ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അശ്വതി നിഖിൽ. ഇത് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയാണ് എളുപ്പത്തിൽ മോരുകറി തയ്യാറാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായി ആദ്യം തന്നെ പാൻ വെക്കാം. ഞാൻ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുകും ഉലുവയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി പൊട്ടുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ച ഇതൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞൊഴിച്ചിരിക്കുന്ന സവോള അല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ, കംപ്ലീറ്റ് ആയിട്ട് മാറണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തൈരിനകത്ത് കുറച്ചും കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് തൈരാക്കി വയ്ക്കുന്നത്, ഇച്ചിരി ലൂസ് പരുവത്തിൽ. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരിക്കലും ഇത് തിളയ്ക്കാൻ നോക്കുക, തിളച്ച ആ മോര് പോവും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയേ. അപ്പം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരിക്കലും തിളയ്ക്കാതെ നിങ്ങൾ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.